സച്ചിൻ കൃത്യമായ പദ്ധതി ഇട്ടിട്ട് തന്നെയാണ് ചെന്താമര ജാമ്യത്തിലിറങ്ങി വീട്ടിലേക്ക് എത്തിയത്. അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വീട്ടിലുള്ള ആ കുഞ്ഞുങ്ങളെ കൂടി വെട്ടിക്കൊലപ്പെടുത്തുക എന്നതും പ്രതിയായ ചെന്താമരയുടെ ലക്ഷ്യത്തിലുണ്ടായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അത്രയ്ക്ക് കൃത്യമായ ഓപ്പറേഷനായിരുന്നു ചെന്താമരയുടേത്. 2 പേരെ കൊലപ്പെടുത്തുന്നു. ആ കൊലപ്പെടുത്തിയതിന് ശേഷം ഏകദേശം 2 ദിവസത്തോളമാണ് ചെന്താമര ഒളിവിൽ കഴിഞ്ഞത്. തീർച്ചയായും ഞാൻ 2 ദിവസത്തോളം സോറി 2 ദിവസത്തോളമാണ് ചെന്താമര ഈ പോത്തുണ്ടി മലനിരകളിൽ ഒളിവിൽ കഴിഞ്ഞത്. ചെന്താമര നൽകിയിട്ടുള്ള ആദ്യഘട്ട മൊഴികളിലൊന്നും പോലീസ് പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിന്റെ തിരച്ചിലൊക്കെ മലമുകളിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലീസ് അതൊന്നും മുഖവിലക്ക് എടുത്തിട്ടില്ല. കാരണം വ്യാപകമായ തിരച്ചിൽ തന്നെയാണ് ആ മേഖലയിലൊക്കെ പോലീസ് നടത്തിയിട്ടുള്ളത്. ഇയാൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടാവാം എന്ന കാര്യമൊക്കെയാണ് പോലീസ് നൽകുന്ന സൂചന. അതിനാൽ തന്നെ വിശദമായ എവിടെയായിരുന്നു ചെന്താമര 2 ദിവസം, അതേപോലെ തന്നെ ഈ കൊലപാതകത്തിന്റെ കൃത്യമായ കാരണങ്ങൾ എന്തൊക്കെ, മറ്റ് എന്താണ് ഈ ചെന്താമര കൊലപാതകത്തിന് കാരണം തുടങ്ങിയ മറ്റ് വിശദാംശങ്ങളെല്ലാം SP രാവിലെ 8 മണിയോട് മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുമെന്നാണ് ആലത്തൂർ ഡിവൈഎസ്പി അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ പോലീസിന്റെ ഏറ്റവും വലിയ കാര്യമായി പറയേണ്ടത്, എല്ലാം രഹസ്യമായി കൃത്യമായി പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ മാധ്യമങ്ങൾ അടക്കം പണിച്ചുവിട്ടിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെ കൃത്യമായ പ്ലാനോട് കൂടിയാണ് പോലീസ് ചെന്താമരയെ വലയിൽ അതെടുത്തു പറയേണ്ടത് തന്നെയാണ് സച്ചിൻ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും. കാരണം പഴുതടച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു പോലീസ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അതിനനുസരിച്ച് കൃത്യമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് വിവിധ ഇടങ്ങളിൽ വെച്ച് ഈ ചെന്താമരയെ കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ, സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നു. അതൊക്കെ പോലീസ് നിഷേധിക്കുന്നു. ഏറ്റവും ആദ്യം ഈ സുധാകരന്റെ ഭാര്യയെ സജിതയെ കൊലപ്പെടുത്തി അന്ന് ചെന്താമര രക്ഷപ്പെട്ടത് തിരുപ്പൂരിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം പോകുന്നു. ഇന്നലെ പാലക്കാട് SP മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറയുകയുണ്ടായി, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ സംഘങ്ങളായി നീണ്ട ഒരു തിരച്ചിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ഇന്നലെ പാലക്കാട് SP വ്യക്തമാക്കി. കോഴിക്കോട് ഈ ചെന്താമര നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് തിരുവമ്പാടിയിലും കൂടരഞ്ഞിയിലും ചെന്താമരയ്ക്കായി തിരച്ചിൽ എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. ആ രീതിയിലും പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഏതൊക്കെ രീതിയിൽ ചെന്താമര എത്തിപ്പെടാൻ ഏതൊക്കെ സാധ്യതകളുണ്ടോ ആ സാധ്യതകളൊക്കെ കൃത്യമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ പോത്തുണ്ടി വനമേഖലയിൽ തന്നെ ഉണ്ട് ചെന്താമര എന്ന് കൃത്യമായ നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. അതിനുശേഷം മാധ്യമങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും അവിടെ നിന്ന് മാറ്റാൻ കൃത്യമായ ഒരു പദ്ധതി പോലീസ് ഇടുന്നു. ആ പദ്ധതിയിൽ കൃത്യമായി തന്നെ പോലീസ് വിജയിക്കുകയും ചെയ്യുന്നു. പോത്തുണ്ടിയിൽ നിന്ന് ഈ ചെന്താമരയെ പിടികൂടുമ്പോൾ അതാരും അറിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് പോലീസിന്റെ അന്വേഷണത്തിന് മികവ് തെളിയിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് വിൻഷ. കാരണം കൃത്യമായി, അതായത് പോലീസിന് കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു ചെന്താമര ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. കാരണം പല മാധ്യമങ്ങളും പല രീതിയിൽ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. അതായത് ചെന്താമരയെ പാലക്കാട് നഗരത്തിൽ കണ്ടു, അതേപോലെ തന്നെ തൃശ്ശൂരിൽ ബസ്സിൽ കണ്ടു, കോഴിക്കോട് കണ്ടു എന്ന രീതിയിലൊക്കെ പല വിട്ടിരുന്നു. ബാംഗ്ലൂരിൽ ഓട്ടോയിൽ കയറി പോകുന്നതായി കണ്ടു എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ ആലത്തൂർ ഡിവൈഎസ്പി ഇന്നലെ രാത്രി തന്നെ അതൊക്കെ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, അതിലൊക്കെ ഇപ്പോ മാറ്റം വന്നില്ലേ എന്ന കാര്യം പറഞ്ഞിരുന്നു. കാരണം പോലീസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പല മാധ്യമങ്ങളും മണിക്കൂറുകൾ എടുത്ത് ചാനൽ ചർച്ചയിലടക്കം വലിയ രീതിയിൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ്, മോശമായി പറയുന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തുവിട്ടിരുന്നത്. എന്നാൽ പോലീസ് കൃത്യമായ പ്ലാനോടുകൂടെ ചെന്താമരക്കായി കെണിയൊരുക്കി അവിടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. കാരണം ആരും മാധ്യമങ്ങളും ഒരാൾ പോലും ഇല്ലാത്ത ആ മേഖലയിൽ വെച്ച് തന്നെ കൃത്യമായി നാട്ടുകാരെ ആരെയും അറിയിക്കാതെ തന്നെ കൃത്യമായി ചെന്താമരയെ പിടികൂടാൻ വേണ്ടി സാധിച്ചു. അത് കൃത്യമായ ഒരു പോലീസിന്റെ മികവ് തന്നെയാണ്. കാരണം പോലീസിന്റെ രഹസ്യമായ നീക്കങ്ങളൊന്നും പുറത്ത് മറ്റാർക്കും അറിയാൻ വേണ്ടി സാധിച്ചില്ല. മാധ്യമങ്ങളെ വരെ മാറ്റി നിർത്തി
നിർത്തിക്കൊണ്ട് ചെന്താമരയെ മെഡിക്കൽ പരിശോധന അടക്കം കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യമായി എല്ലാ മാധ്യമങ്ങളെയും അറിയിച്ചത് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന വിവരം. ആ സമയത്ത് മാത്രമേ മാധ്യമങ്ങൾ പോലും ഇത്തരത്തിൽ ചെന്താമര പിടിയിലായി എന്ന വിവരം അറിയുന്നത്. ഇന്നലെ 10 മണിയോടുകൂടിയാണ് ചെന്താമര പിടിയിലാവുന്നത്. അതിനുശേഷം പോലീസ് വാഹനത്തിൽ പോലും ചെന്താമരയെ കയറ്റാതെ മറ്റൊരു പോലീസുകാരന്റെ സ്വകാര്യ വാഹനത്തിൽ കൃത്യമായി ചെന്താമരയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അതിനു മുൻപ് തന്നെ നെന്മാറ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധനയും പൂർത്തിയാക്കിയിരുന്നു. അത്തരത്തിൽ കൃത്യമായ ഒരു പ്ലാനോടുകൂടെ ഈ നാടിനെ നടുക്കിയ കൊലപാതകിയെ പോലീസ് വലയിലാക്കിയിരിക്കുകയായിരുന്നു. ഇന്നലെയായിരുന്നു കൊല്ലപ്പെട്ട സുധാകരന്റെയും അതേപോലെ തന്നെ ലക്ഷ്മിയുടെയും സംസ്കാര ചടങ്ങുകളും നടന്നത്. അതിനുശേഷം ഒരു കുടുംബമാണ് ഈ പ്രതിയിലൂടെ അനാഥമാക്കപ്പെട്ടത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ജ്യോത്സ്യന്റെ ഉപദേശമാണ് ചെന്താമര എന്ന കൊലപാതകിയിലൂടെ 3 പേരുടെ ജീവൻ പൊലിയാനുള്ള ഏറ്റവും വലിയ കാരണം. അതിനാൽ തന്നെ അനാഥമാക്കപ്പെട്ട 2 പെൺകുട്ടികൾക്ക് പോലീസിനും അതേപോലെ തന്നെ സമൂഹത്തിനും നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് കൊടും കുറ്റവാളിയായ കൊലപാതകിയായ ചെന്താമരയെ പിടികൂടി എന്നത്. വിനിഷ, അവർക്ക് നീതി വേണം സച്ചിൻ, നീതി അവർ ആവശ്യപ്പെടുന്നുമുണ്ട്. ഈ ചെന്താമരയെ പിടികൂടിയത് വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ സുധാകരനെ കൊലപ്പെടുത്തിയ, ലക്ഷ്മിയെ കൊലപ്പെടുത്തിയ, അവരുടെ അമ്മ സജിതയെ കൊലപ്പെടുത്തിയ ഈ ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ വേണമെന്നാണ് ആ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ചെന്താമരയിലേക്ക് പോകുമ്പോൾ ചെന്താമര ഒട്ടും കുറ്റബോധമില്ലാതെ, ലെവലേശം പോലും കുറ്റബോധത്തിൻ്റെ ഒരു കണി പോലും ഇല്ലാതെയാണ് പോലീസിന് നൽകിയ മൊഴി. ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലാണ് ചെന്താമരയുള്ളതല്ലേ? ഇന്ന് തന്നെ പോലീസിൽ കോടതിയിൽ ഹാജരാക്കും. വിനിഷ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ചെന്താമരയെ പിടിച്ചപ്പോഴും അത്തരത്തിലൊരു കുറ്റബോധമൊന്നും മുഖത്ത് ഉണ്ടായിട്ടില്ല എന്ന് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ചെന്താമരക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. മെഡിക്കൽ പരിശോധനയിൽ അത് മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ ആദ്യഘട്ട മെഡിക്കൽ റിപ്പോർട്ട് എന്ന നിലയിൽ നെന്മാറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടെ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്താമരയെ ഹാജരാക്കുമെന്നാണ് ഡിവൈഎസ്പി അറിയിച്ചിട്ടുള്ളത്. അതിന്റെ സമയക്രമവും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ, നടപടിക്രമങ്ങളൊക്കെ ഇന്ന് 8 മണിയോടുകൂടെ പാലക്കാട് SP അജിത് കുമാർ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കും. വിനിഷ.